ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ചന്ദ്രനെ തൊട്ട് തിരികെ ആർടെമിസ് 2 സംഘം ചരിത്രം കുറിച്ച് ഭൂമിയിൽ തിരികെയെത്തി. സ്പ്ലാഷ് ഡൌൺ രാവിലെ 5:37. 5 പതിറ്റാണ്ടിന് ശേഷം ചന്ദ്രനരികിലെത്തിയ ആർടെമിസ് 2 സംഘം ചരിത്രം കുറിച്ച് ഭൂമിയിൽ തിരികെയെത്തി. ഇന്ന് രാവിലെ 5:37 സംഘം പസഫിക് സമുദ്രത്തിൽ സാന്റിയാഗോ തീരത്തിനടുത്ത് സ്പ്ലാഷ് ഡൌൺ ചെയ്തത്. ദൌത്യ സംഘത്തിലെ 4 പേരെയും പേടകത്തിന് പുറത്തെത്തിച്ചു. എല്ലാവരെയും ലൈഫ് ബോട്ടിലേക്ക് മാറ്റി. ചാന്ദ്ര സ്വപ്നത്തിന്റെ കണക്ക്. ആർടെമിസ് ദൌത്യത്തിന്റെ മൊത്തം ബജറ്റ് 8.63 ലക്ഷം കോടി രൂപ. 1972 അപ്പോളോ 17 ദൌത്യം കഴിഞ്ഞ് 54 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മറ്റൊരു ചന്ദ്രദൌത്യത്തിനായി മനുഷ്യനെ നാസ അയച്ചത്. എന്തുകൊണ്ടാണ് ദീർഘകാലം മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകാതിരുന്നത് എന്നുള്ള ചോദ്യത്തിന് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ദൌത്യത്തിന് വേണ്ടിവരുന്ന സാമ്പത്തിക ചിലവും മനുഷ്യർ ഉൾപ്പെടുന്ന ബഹിരാകാശ ദൌത്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ കടുത്ത സുരക്ഷാ നിയന്ത്രണങ്ങളുമാണ്. ഹജ്ജ്. മക്കയിലും മദീനയിലും മികച്ച താമസ സൌകര്യം ഒരുക്കുമെന്ന് സൌദി ടൂറിസം മന്ത്രാലയം. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് വൻ പിഴ. ഹജ്ജ് തീർത്ഥാടകർക്ക് മക്കയിലും മദീനയിലും മികച്ച താമസ സൌകര്യങ്ങൾ ഉറപ്പാക്കുവാൻ സൌദി ടൂറിസം മന്ത്രാലയം നടപടികൾ കർശനമാക്കി. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് 50,000 റിയാൽ വരെ പിഴ ചുമത്തുവാനും സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുവാനുമാണ് തീരുമാനം. ഹജ്ജ് സീസൺ ആരംഭിക്കുന്നത് മുതൽ തീർത്ഥാടകർ മടങ്ങുന്നതുവരെയുള്ള കാലയളവിൽ പരിശോധനകൾ തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പാലക്കാട് വന്ദേ ഭാരതിനു നേരെ കല്ലേറ്. ട്രെയിനിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. പാലക്കാട് വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറ്. എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിന് നേരെയാണ് പാലക്കാട് പറളിയിൽ വെച്ച് കല്ലേറുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. ഇന്നലെ വൈകിട്ട് 4:30 സംഭവം. കല്ലേറിൽ ട്രെയിനിന്റെ ചില്ല് തകർന്നു. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയ ശേഷം റെയിൽവേ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. കാഞ്ഞിരപ്പള്ളിയിൽ വീട്ടിൽ കുളിച്ചുകൊണ്ടിരിക്കെ ഇടിമിന്നലേറ്റു. വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കോട്ടയം കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിയിൽ ഇടിമിന്നലേറ്റ് വിദ്യാർത്ഥി മരിച്ചു. കൂവപ്പള്ളി കൊരട്ടിപ്പറമ്പിൽ ഇർഷാദിന്റെ മകൻ മുഹമ്മദ് സെയ്ഫാണ് മരിച്ചത്. കോട്ടയം CMS കോളേജിൽ ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് സംഭവം. ഇടിമിന്നലേറ്റ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കാഞ്ഞിരപ്പള്ളി 26ാം മൈലിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പുട്ടു രുചികരമാവണമെങ്കിൽ മൈലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കുട്ടിയെ കാണാതായ സ്ഥലത്തു നിന്നല്ല മൃതദേഹം കിട്ടിയത്. സംശയങ്ങൾ ബാക്കിയാണ്. ശ്രീനന്ദയുടെ പിതാവ് രമേശ്. മകളുടെ മരണത്തിൽ സംശയമുണ്ടെന്ന് കർണാടക ചിക്കമംഗളൂരുവിൽ വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയ 15 വയസ്സുകാരി ശ്രീനന്ദയുടെ പിതാവ് രമേശ്. കുട്ടിയെ കാണാതായ സ്ഥലത്തു നിന്നല്ല മൃതദേഹം കിട്ടിയതെന്നും ഇതുൾപ്പെടെ സംശയമുണ്ടാക്കുന്നുവെന്നും രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ വ്യക്തത വരുള്ളൂ എന്നും ഇതുവരെയുള്ള കർണാടക പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും രമേശ് പറഞ്ഞു. അമേരിക്ക ഇറാൻ സമാധാന ചർച്ച ഇന്ന് ഇസ്ലാമാബാദിൽ. 2 ഉപാധികൾ അമേരിക്ക അംഗീകരിച്ചാൽ മാത്രം ചർച്ചയെന്ന് ഇറാൻ. അമേരിക്ക ഇറാൻ സമാധാന ചർച്ച ഇന്ന് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കും. മുന്നോട്ട് വച്ച 2 ഉപാധികൾ അമേരിക്ക അംഗീകരിച്ചാൽ മാത്രം ചർച്ചയെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അന്താരാഷ്ട്ര ജലപാതകൾ തടസ്സപ്പെടുത്തി ലോകത്തെ ഭീഷണിപ്പെടുത്തുക അല്ലാതെ ഇറാന്റെ കൈവശം മറ്റ് തന്ത്രങ്ങൾ ഒന്നുമില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. നിർണായക ചർച്ചകൾക്കായി ഇറാൻ പ്രതിനിധി സംഘം പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ എത്തിയിരുന്നു. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫും നയിക്കുന്ന സംഘമാണ് വ്യാഴാഴ്ച രാത്രി പാകിസ്ഥാനിലെത്തിയത്. വെടിനിർത്തൽ ഇറാന്റെ ബലഹീനതയല്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.